ഇന്ന് ഹിരോഷിമ ദിനം. 8 പതിറ്റാണ്ട് മുൻപ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ നശിപ്പിച്ച് അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മദിനം. ആണവായുധം എത്രമാത്രം വിനാശകരമാണ് എന്നതിന്റെ സാക്ഷ്യമാണ് ഹോൻഷു ദ്വീപിലെ ഹിരോഷിമ എന്ന നഗരം. ആണവായുധത്തിന്റെ ഇരയായി ശ്വാസമറ്റുപോയ ആയിരക്കണക്കിന് ആളുകളിൽ നീറുന്ന ഓർമ്മയുടെ പേരാണ് സഡാക്കോ സസാക്കി. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട അണുബോംബ് വർഷിച്ചപ്പോൾ 1.5 ലക്ഷത്തോളം മനുഷ്യജീവനുകളാണ് ചിതറിപ്പോയത്. ആണവായുധ പ്രയോഗത്തെ തുടർന്നുള്ള അണുവികിരണത്തിൽ മുങ്ങി ജാപ്പനീസ് നഗരമായ ഹിരോഷിമ. ആ ആഘാതത്തിന്റെ പ്രതീകമാണ് സഡാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടി. അണുബോംബ് വീണ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു സഡാക്കോ. അണുബോംബിന്റെ ആഘാതത്തിൽ അവൾ തെറിച്ച് വീടിന് പുറത്തേക്ക് വീണു. സഡാക്കോയ്ക്കും അവളെ രക്ഷിച്ച അമ്മയ്ക്കും അണുവികിരണമേറ്റു. അതിന്റെ ഇരയായാണ് സഡാക്കോ പിന്നീട് ജീവിച്ചത്. രക്താർബുദം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി ചിസുക്കോ ഒരു കഥ പറഞ്ഞു കൊടുത്തു. 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന കഥ. ആശുപത്രി കിടക്കയിലിരുന്ന് സഡാക്കോ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കി തുടങ്ങി. ആഗ്രഹം സഫലമാകാൻ 1000 കൊക്കുകളെ ഉണ്ടാക്കുക എന്നത് അവൾക്ക് അന്ന് കഠിനമായി തോന്നിയതേയില്ല. ആശുപത്രിയിൽ നിന്ന് കിട്ടിയ എല്ലാത്തരം കടലാസുകളും ഉപയോഗിച്ച് കൊക്കുകളെ ഉണ്ടാക്കി. പക്ഷെ ജീവിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രാർത്ഥിക്കാൻ അവൾക്കായില്ല. 12ാമത്തെ വയസ്സിൽ സഡാക്കോ സസാക്കി വിട പറഞ്ഞു. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഉള്ളുനീറ്റുന്നു ഇന്നും സഡാക്കോ എന്ന പേര്. സ്ഫോടനത്തിന് ശേഷം ബാക്കിയായ ഹിരോഷിമ നഗരത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ ഇന്ന് ലോക പൈതൃക കേന്ദ്രമാണ്. ഹിരോഷിമ പീസ് മെമ്മോറിയൽ എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ഇരുമ്പു മകുടത്തിന് കീഴിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ജപ്പാൻ ജനത ഒന്നിച്ചുകൂടും. ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെ അവർ പീസ് മെമ്മോറിയലിനു മുന്നിൽ തലകുനിച്ചു നിൽക്കും. അവിടെ സഡാക്കോ സസാക്കിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന കടലാസ് കൊക്കുകൾ നിറയും. ലോകം അന്നോളം വരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ നരഹത്യ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകൾ നൽകിയ നടുക്കത്തിൽ നിന്ന് ഇന്നും മുക്തരല്ല ലോക ജനത. യുദ്ധം എന്നും നീറുന്ന ഓർമ്മകൾ മാത്രമേ സമ്മാനിക്കാറുള്ളൂ. സർവനാശം വിതയ്ക്കുന്ന ആണവായുധം ഇനിയൊരിക്കലും ഈ ഭൂമുഖത്ത് പതിക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.